മോശയുടെ കൈ താങ്ങിയ രണ്ട് വ്യക്തികളുണ്ട്. അമാലേക്യർ യുദ്ധം ചെയ്യുമ്പോൾ, താഴ്വരയിൽ യുദ്ധം നടക്കുമ്പോൾ, പർവ്വതത്തിന്റെ മുകളിൽ മോശ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കും. അപ്പൊ മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ അമാലേക്യർ പരാജയപ്പെടും. മോശയുടെ കരം കൈ കുഴച്ച് കൈ താഴ്ത്തുമ്പോൾ അമാലേക്യർ ശക്തി പ്രാപിക്കും. ഇത് മനസ്സിലാക്കി മോശയുടെ കൈ താങ്ങിയ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് തന്റെ സ്വന്തം സഹോദരനായ അഹരോൻ, പുരോഹിതനായ അഹരോൻ. രണ്ട് ഹൂറും അഹരോനുമാണ് മോശയുടെ കൈ താങ്ങിയത്. നിങ്ങൾക്കറിയാമോ, ചരിത്രങ്ങൾ പിന്നിടുമ്പോൾ സമാഗമന കൂടാരം ദൈവം പണിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവം പണിയുവാൻ മോശയോട് അറിയിക്കുമ്പോൾ, യഹോവയുടെ തേജസ് ഇറങ്ങിയ സ്ഥലമാണ് സമാഗമന കൂടാരം. യാഗപീഠത്തിൽ തീയിറങ്ങിയ സ്ഥലമാണ് സമാഗമന കൂടാരം. ആ ടാബർനാക്കിളിൽ ആ സമാഗമന കൂടാരത്തെ ഡിസൈൻ ചെയ്യുവാൻ, അതിന്റെ ആർക്കിടെക്റ്റായി ദൈവം ഉപയോഗിച്ച, അത് വരച്ച് ആ ചർച്ച് എങ്ങനെ ഇരിക്കണം, ആ ടെന്റ് എങ്ങനെ ആയിരിക്കണം, വിളക്ക് എവിടെ ഇരിക്കണം, യാഗം എവിടെ നടക്കണം, പുരോഹിതന്മാർ എവിടെ ഇരിക്കണം, എവറിത്തിങ്, കംപ്ലീറ്റ് സ്ട്രക്ചർ, കംപ്ലീറ്റ് ഡിസൈൻ. അത് ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റ് ആണ് ബെസലേൽ. ബെസലേൽ ആരുടെ കൊച്ചുമകനാണെന്നറിയാമോ? മോശയുടെ കൈ താങ്ങിയ ഹൂരിന്റെ കൊച്ചുമകനാണ് ബെസലേൽ. വല്യപ്പൻ അഭിഷേകത്തെ റെസ്പെക്ട് ചെയ്തു. വല്യപ്പനായ ഹൂര് അഭിഷിക്തന്റെ കൈ താങ്ങി. അടുത്ത തലമുറ ദൈവമഹത്വം ഇറങ്ങുന്ന ആലയം പണിയുന്നവരായി മാറി. ബെസലേലിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവൻ ദിവ്യാത്മാവിനാൽ നിറയപ്പെട്ടിരുന്നു. അവനിൽ വിശേഷമായ ജ്ഞാനമുണ്ടായി. അവൻ സങ്കല്പിച്ചുണ്ടാക്കുന്നവനായിരുന്നു. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരുന്നു ബെസലേലിന്. പ്രിയ മാതാപിതാക്കളെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ തലമുറകൾ അഭിഷേകത്തിൽ നിറയുവാനും, നിങ്ങളുടെ തലമുറകൾ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാനും, നിങ്ങളുടെ തലമുറകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന തലമുറകളാകുവാനും, നിങ്ങളുടെ തലമുറകൾ ഈ ദൈവവചനത്തിന് വില കൽപ്പിക്കാനും, മാതാപിതാക്കളാകുന്ന നിങ്ങൾ ദൈവവചനത്തെയും തന്റെ ദാസന്മാരെയും അഭിഷേകത്തെയും ബഹുമാനിക്കുന്നവരാകുക, സ്നേഹിക്കുന്നവരാകുക. നീ ബഹുമാനിക്കുന്നതും നീ സ്നേഹിക്കുന്നതും നീ വിശ്വസിക്കുന്നതും മാത്രമേ നിന്റെ വീട്ടിൽ ഉണ്ടാകത്തുള്ളൂ, നിന്റെ ഭവനത്തിൽ വരത്തുള്ളൂ.